ഹലോ ഗേസ്, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ നാട്ടിൽ നടന്ന മകരച്ചൊവ്വ പാപ്പിനിക്കാവിൽ നടന്ന അടിപൊളി ഒരു പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൂരത്തിന് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണൊക്കെ പിന്നെ അങ്ങനെയുള്ള എല്ലാ കലത്തോടികളും എത്തും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടിയിട്ട് പൂരം കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ റോട്ടിൽ കൂടെ നടന്നിട്ട് കഥ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കമ്പനി അടിച്ചിട്ട് പോകും കേട്ടോ. അതിൽ ഞങ്ങളെ താത്തമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടാവും കേട്ടോ. പിന്നെ ജാതി മതം അങ്ങനെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ചിലർ പോകും ചിലർ പോകില്ല കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം പൂരത്തിന് പോയിട്ട് നമ്മൾ കുറേ കുറത്തികളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഒരുപാട് കുറത്തികളുണ്ടായിരുന്നു. ആദ്യം പൂരമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറത്തികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇടവഴിയിലൂടെ ഒക്കെ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. ഇപ്പം എന്തോ അവർക്ക് നടക്കാനൊന്നും വയ്യാത്ത കാരണം തോന്നുന്നു ആരെയും അങ്ങനെ കാണാനില്ല. അപ്പോൾ ഞാനും ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയും മക്കൾസും തൊട്ടടുത്ത വീട്ടിലെ താത്തമാരും എല്ലാവരും കൂടിയിട്ട് ഇതാ പൂരപ്പറമ്പിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് ആദ്യം ഞങ്ങൾ കളിക്കണതും ഇതൊക്കെ കാണാൻ പോട്ടോ. അപ്പോൾ കരിങ്കാളി വന്നപ്പോൾ വീഡിയോ എടുത്തപ്പോൾ കൂടെയുള്ളവർക്കൊക്കെ പേടിച്ചിട്ട് അവരോടാ ഓട്ടോ ഓടിയിട്ടോ. കരിങ്കാളിനെ എല്ലാവർക്കും പേടിയാണ് കേട്ടോ. കുറേ വട്ടം കരിങ്കാളികൾ വന്നു. അപ്പോൾ ഒക്കെ വീഡിയോ എടുക്കുന്നവരും അവർ ഓടിയിട്ട് എൻ്റെ ഫോണ് ലോക്ക് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഓടുമ്പോൾ ഫോണൊക്കെ വീണ് പോയാലോ വെച്ചിട്ട് പിന്നെ ലോക്ക് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ആദ്യം ഒരുപാട് ആനകളുണ്ടായിരുന്നു. 4 ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്തോ ഒരു ആനനെ കണ്ടുള്ളൂ. അപ്പോൾ ആ ആനയ്ക്ക് തന്നെ എന്തോ വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആനനെ കാണുന്തോറും മനസ്സിലുള്ളിൽ ഒരു പേടിയാണ്. പക്ഷേ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. തൊടാനും അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കൂടെ വന്നവർക്കും എല്ലാവർക്കും പേടിയായിട്ട് എന്തെങ്കിലും പറ്റിയാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലോ എന്നുള്ളത് കാരണം എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ തന്നെ പേടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഉത്സവത്തിൽ ഏറ്റവും ഞങ്ങളുടെ നാട്ടിലത്തെ കുറച്ച് വലിയ ഉത്സവം ഇപ്പോൾ ഇതാണ് കേട്ടോ. പാപ്പിനിക്കാവ് മകരോത്സവമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അടുത്ത ചൊവ്വാഴ്ച കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും പോവും. അവിടെ ആനയില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കുറച്ച് വലുതായിട്ട് എടുക്കാറ്. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഒരു 18ഓളം വരവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കുറേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വീഡിയോ ഇട്ടാലും ചിലപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും അങ്ങനെ കാണാറില്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ അങ്ങോട്ട് എല്ലാ വീഡിയോ എടുത്തിട്ട് കിട്ടുന്നില്ല കേട്ടോ. കുറേശ്ശെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ആന ഉണ്ടായിരുന്നു. ഒരു 4-5 വരവ് കരിങ്കാളികളുണ്ടായിരുന്നു. പിന്നെ കുതിര ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഈ ഒരു മേളം, ചിങ്കാരി മേളം ട്രെൻഡിങ്, ചെക്കന്മാരെ തുള്ളിച്ചാടലും കളികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എത്രയോ പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞ് പോകുന്നതെന്ന് എല്ലാവരും നോക്കുക കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മകരച്ചൊവ്വ കഴിഞ്ഞ് നമ്മളൊരു എത്രയോ പെട്ടെന്ന് എന്താ നമുക്ക് അടുത്ത മകരച്ചൊവ്വയും ആയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ റമദാനും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത മാസമൊക്കെ ആയിട്ട് റമദാനായി. അപ്പോൾ എല്ലാ ഉത്സവങ്ങളും കാര്യങ്ങളും എല്ലാം അതിൻ്റേതായ രീതിയിൽ അങ്ങനെ കടന്നു പോകും കേട്ടോ. അപ്പോൾ ഇതിന് പൂരത്തിനൊക്കെ നിങ്ങൾ പോകാറുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾസിന് ഇഷ്ടമാണ്. അത് വിചാരിച്ചിട്ട് ഞങ്ങൾ മുസ്ലിംസല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ വിചാരിച്ചിട്ട് ഞാനങ്ങനെ നിൽക്കാറില്ല കേട്ടോ. മക്കൾക്ക് എന്താണ് ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുക്കും. അത് ജാതി മതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, മനുഷ്യരുണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും ഓരോരുത്തരുടേതായ വിശ്വാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആനനെ ഒരുപാട് വട്ടം നമ്മളെ അടുത്ത വീട്ടിലെ ചേച്ചീൻ്റെ മോള് എടുത്തതാണ് വീഡിയോ. എനിക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് പിന്നെ അവിടെ ഇവിടെയൊക്കെ കയറി നിൽക്കാമല്ലോ. അങ്ങനെ അത് കണ്ടു. അതിനുശേഷം ഇതാ ഒരു കാളനെ പിടിച്ചിട്ടുള്ള ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ ഹാങ് ആവുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നമ്മൾ ഷെയർ ചെയ്യുക. പിന്നെ കുപ്പി പറഞ്ഞും കമ്മലും കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മക്കൾസിനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. ഒരു കമ്മൽ മാത്രം വാങ്ങിച്ചു കൊടുത്തു. അടുത്ത പൂരത്തിന് മെയിനായിട്ട് നമ്മൾ വാങ്ങിക്കാറ് കേട്ടോ. പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ അത്യാവശ്യത്തിന് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും പൈസ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഇത്രേ ഉള്ളൂ. ഓക്കെ ബായ്. അപ്പോൾ ഇങ്ങനത്തെ ബലൂണും ഒരുപാട് കുട്ടികൾ നടക്കുന്നുണ്ടായിട്ടുണ്ട്. പാടും ഒരുപാട് വീഡിയോ ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.